ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും YAB വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഫ്രാൻസിൻ്റെ തലസ്ഥാന നഗരമായ പാരീസിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയാലോ? ഫ്രാൻസിൻ്റെ തലസ്ഥാന നഗരമാണ് പാരീസ്. പ്രണയത്തിൻ്റെയും കലാസാഹിത്യങ്ങളുടെയും കേന്ദ്രസ്ഥാനമായി പാരീസ് അറിയപ്പെടുന്നു. യൂറോപ്പിലെ ഏറ്റവും ജനസംഖ്യയുള്ള മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലൊന്നാണ് പാരീസ്. ഫ്രാൻസിലെ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പു ഗോപുരമാണ് ഈഫൽ ഗോപുരം. 1889 മുതൽ 1931 വരെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത വസ്തു എന്ന ബഹുമതി ഈ കെട്ടിടത്തിന് സ്വന്തമായിരുന്നു. സീൻ നദി. പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന ഈ നദിക്ക് 776 കിലോമീറ്റർ നീളമുണ്ട്. പാരീസ് തടത്തിലെ പ്രധാന വ്യാവസായിക ജലപാത കൂടിയാണ് ഈ നദി. സോഴ്സ് സീൻ എന്ന പ്രദേശത്തു നിന്നും ഉത്ഭവിച്ച് പാരീസിലൂടെ ഒഴുകി ഹാവ്രയിൽ വെച്ച് ഇംഗ്ലീഷ് ചാനലിൽ പതിക്കുന്നു. സമുദ്രത്തിൽ നിന്നും 120 കിലോമീറ്ററോളം ദൂരം ഈ നദിയിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാവുന്നതാണ്. പാരീസ് നഗരത്തിൽ ഈ നദിക്ക് കുറുകെ 37 പാലങ്ങളുണ്ട്. വളരെ സാവധാനം ഒഴുകുന്ന ഈ നദി ജലഗതാഗതത്തിന് അനുയോജ്യമാണ്. ഇംഗ്ലീഷ് ചാനലിൽ നിന്നും 105 കിലോമീറ്റർ ദൂരമുള്ള സീൻ മാരിടൈം വഴി കപ്പലുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് ഈ നദിക്ക് പാരീസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ 9.5 മീറ്റർ വരെ ആഴമുണ്ട്. 1800 മുമ്പ് വരെ ആഴം കുറഞ്ഞ പുഴയായിരുന്നു ഇത്. പാരീസിലെ നഗരജീവിതത്തിന് സീൻ നദിയുമായി നല്ല ബന്ധമുണ്ട്. ഈഫൽ ഗോപുരത്തിൽ നിന്നും സീൻ നദി മനോഹരിയായി കാണപ്പെടുന്നു. പാരീസ് നഗരത്തിലെ വിഖ്യാത കലാ മ്യൂസിയമാണ് ലൂവ്രെ മ്യൂസിയം. ഫ്രഞ്ച് രാജാക്കന്മാരുടെ മുൻ കൊട്ടാരമാണിത്. ഭൂരിഭാഗവും ലൂയി 14 രാജാവിൻ്റെ വാഴ്ചക്കാലത്ത് പണി ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലുതും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ മ്യൂസിയമാണിത്. ഇപ്പോൾ യൂറോസ്റ്റാർ എന്നറിയപ്പെടുന്ന അതിവേഗ ട്രെയിൻ സർവീസിൻ്റെ മുൻ പേരാണ് താലിസ്. താലിസും യൂറോസ്റ്റാർ ഗ്രൂപ്പിൽ ലയിച്ചതിനെ തുടർന്ന് 2023 ഒക്ടോബർ മുതൽ എല്ലാ താലിസ് സേവനങ്ങളും യൂറോസ്റ്റാർ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.